അപ്പോൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചു നിർത്തിയത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആക്സിയൽ പോയിന്റുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഡൈപോൾ മൊമെന്റ് എങ്ങനെ കണ്ടെത്താം. അപ്പോൾ ഇതൊരു ഡൈപോൾ ആണ് എങ്കിൽ ഈക്വലും ഓപ്പോസിറ്റും ചാർജ് ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ വരുന്ന അറേഞ്ച്മെന്റ് ആണ് ഇലക്ട്രിക് ഡൈപോൾ. ആ ഡൈപോളിന്റെ ആക്സിസുമായി ബേസ് ചെയ്ത് വരുന്ന ലൈനുകളെ ആക്സിയൽ ലൈൻ എന്നും അത്തരം പോയിന്റുകളെ ആക്സിയൽ പോയിന്റ് എന്ന് പറയും. എന്നാൽ ഇതിന് ഇക്വേറ്റർ ഇങ്ങനെ വരുന്ന ലൈൻസ് ആണ് ഇക്വറ്റോറിയൽ ലൈൻസ് എന്നറിയപ്പെടുന്നത്. അപ്പോ ഡൈപോളിന്റെ സെന്റർ ഭാഗത്തു കൂടി പാസ് ചെയ്യുന്ന ലൈനാണ് അല്ലെങ്കിൽ ആ പോയിന്റ് ആണ് ഇക്വറ്റോറിയൽ പോയിന്റ്. അപ്പോ ഇവിടെ നിന്ന് പേര് കൊടുക്കുക എ ബി എന്നതാണ് ഇലക്ട്രിക് ഡൈപോളിന്റെ സെന്റർ ഭാഗമാണ് O. സെന്ററിൽ നിന്ന് 6 ഡിസ്റ്റൻസ് അകലെ P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്ന് കരുതുക. ഈ Pയിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. പരീക്ഷയ്ക്ക് 3 or 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആൻ ഇക്വറ്റോറിയൽ പോയിന്റ് ഓഫ് ഡൈപോൾ. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ആക്സിയൽ പോയിന്റിന്റെ കാര്യം ചോദിക്കാം, അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ പോയിന്റ് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഗോസസ് തിയറം അതിന്റെ ആപ്ലിക്കേഷൻസും ചോദിക്കും. 4 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആലോചിക്കുക, ഈ -2 എന്ന് പറയുന്ന ചാർജ് കാരണം ഈ Pയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടാം? ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടാം. അതുപോലെ +Q എന്ന ചാർജ് കാരണം Pയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടാം? ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. -Q കാരണം Pയിൽ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. +Q ചാർജ് കാരണവും Pയിൽ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. പേര് കൊടുക്കുക, ഇതിന് AB P എന്ന്. AB നോക്കിയേ, ഈ AP എന്ന സൈഡും BP എന്ന സൈഡും ഈക്വൽ സൈഡാണ്. ഒരു ത്രികോണത്തിന്റെ 2 സൈഡുകൾ ഈക്വൽ ആയിട്ട് വന്നാൽ അത്തരം ത്രികോണങ്ങളെ ഐസോസിലസ് ട്രയാങ്കിൾ എന്നറിയപ്പെടും. അപ്പൊ അത് ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ട്രയാങ്കിളുകൾ ഈക്വൽ ആയിരിക്കും. ഇവിടെ തീറ്റ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. ഇനി ആലോചിക്കുക, ഈ പോസിറ്റീവ് ചാർജ് കാരണം Pയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്, EB എന്ന ഇലക്ട്രിക് ഫീൽഡ്. എങ്ങനെ എഴുതാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോസിറ്റീവ്ലി ചാർജ് ആയിട്ട് ടെസ്റ്റ് ചാർജിനോട് പ്രൈസ് ചെയ്താൽ ഇത് റിപ്പൾഷൻ ഉണ്ടാവുകയും ഫീൽഡ് ഈ ഡയറക്ഷനിൽ വരും. അതുപോലെ തന്നെ ഈ -Q ചാർജ് കാരണം ഉണ്ടാകുന്ന ഫീൽഡിനെ ഞാൻ ഈ ഡയറക്ഷനിൽ റെപ്രസെന്റ് ചെയ്തു. അത് EA ആണെന്ന് കരുതുക. EA. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇക്വറ്റോറിയൽ പോയിന്റുമായി ബേസ് ചെയ്ത് വരുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം നിങ്ങൾ ഈ എയിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എഴുതുക, അല്ലെങ്കിൽ എ കാരണം ഉണ്ടാകുന്ന Pയിലെ ഇലക്ട്രിക് ഫീൽഡ്, അതല്ലേ ഈ പറഞ്ഞ EA. ഇപ്പൊ EA എഴുതുക. EA കണ്ടുപിടിക്കാം. ഇതൊരു പോയിന്റ് ചാർജ് ആണ്. പോയിന്റ് ചാർജ് ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ വന്നാൽ എന്ത് ചെയ്യും? ആ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല 1/4πε0 ആ ചാർജ് Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് AP ആണ്. അപ്പോൾ APയുടെ എന്തെന്ന് എഴുതുക? സ്ക്വയർ എന്ന് എഴുതുക. AP സ്ക്വയർ. അതുപോലെ പറഞ്ഞ EB പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് B മീൻസ് പോസിറ്റീവ് ചാർജ് കാരണം EB. ഇങ്ങനെ എഴുതാം 1/4πε0 ചാർജ് Q ആണ്. ഡിസ്റ്റൻസ് ആരാ? ഡിസ്റ്റൻസ് BP സ്ക്വയർ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ത്രികോണത്തിൽ നിന്നും ഈ AP തന്നെയാണ് ആരെന്ന് പറഞ്ഞാൽ BP എന്ന് പറഞ്ഞു. അപ്പൊ APയുടെയോ BPയുടെയോ വാല്യൂ എന്ത് ചെയ്യുക? കണ്ടുപിടിച്ച് വെച്ചേക്കുക, പിന്നീട് ആവശ്യമായിട്ട് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ത്രികോണത്തിൽ നിന്ന് AP സ്ക്വയർ കണ്ടുപിടിക്കും. AP സ്ക്വയർ കണ്ടുപിടിക്കുക. നോക്കി, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇതിന്റെ ഹൈപ്പോട്ടനീസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. അപ്പൊ ബേസ് ആണ് A, ഇത്രയും 2A ആണ്. P ഡിസ്റ്റൻസ് A ആയിരിക്കും. AP സ്ക്വയർ എന്ന് പറഞ്ഞാൽ R സ്ക്വയർ പ്ലസ് ആരായിരിക്കും? A സ്ക്വയർ. അതിൽ നിന്ന് AP സമം നമുക്ക് എന്ത് എഴുതാം? AP സമം R സ്ക്വയർ പ്ലസ് A സ്ക്വയർ ഹോൾ റൈസ് ടു 1/2. ഇങ്ങനെ എഴുതിയത് സ്ക്വയർ വരുമ്പോൾ റൂട്ട് ആവും. ആ റൂട്ട് എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ AP സ്ക്വയർ R സ്ക്വയർ പ്ലസ് A സ്ക്വയർ ആണ്. അതിൽ നിന്ന് AP ഇങ്ങനെയാണ്. AP സ്ക്വയർ കിട്ടിയ അത് തന്നെയാണ് BP സ്ക്വയർ. അപ്പോൾ BP സ്ക്വയർ എന്ന് എഴുതാം R സ്ക്വയർ പ്ലസ് എന്ന് എഴുതാം A സ്ക്വയർ. ഈ രണ്ട് വാല്യൂസ് പഠിക്കുക, AP സ്ക്വയറും അതുപോലെ തന്നെ
ബി പി സ്ക്വയർ. അപ്പോ ഇ എ കണ്ടുപിടിച്ചു, ഇ ബി കണ്ടുപിടിച്ചു. നോക്കിയേ, ഈ ഇ എ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡാണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ അതിനെ രണ്ട് കമ്പോണന്റുകളാക്കി മാറ്റും. അങ്ങനെ കമ്പോണന്റുകളാക്കി മാറ്റിയാൽ ഒരു കമ്പോണന്റ് ഇതാ ഈ y ഡയറക്ഷനിലും ഒരു കമ്പോണന്റ് ഇതാ ഈ x ഡയറക്ഷനിലും വരും. ഇത് തീറ്റ ആയിരിക്കും, ഈ ആംഗിൾ ഇതാ ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? തീറ്റ ആയിരിക്കും. തീറ്റ ആയിട്ട് വന്നാൽ ഈ കമ്പോണന്റ് പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്, അത് ഇ എ എന്നായിരിക്കും, കോസ് തീറ്റ എന്നും. താഴോട്ട് വരുന്ന കമ്പോണന്റ്, അകലെ കിടക്കുന്ന കമ്പോണന്റ് ആരായിരിക്കും? ഇ എ സൈൻ തീറ്റ എന്നായിരിക്കും. അതുപോലെ പറഞ്ഞ ഇ ബി എന്ന് പറഞ്ഞ ഒരു വെക്ടർ ആണ്. വെക്ടറിനെ രണ്ട് കമ്പോണന്റ് ആക്കി മാറ്റാം. കമ്പോണന്റ് ആക്കി മാറ്റുമ്പോൾ ഒന്ന് ഇതുപോലെ എന്ത് y ഡയറക്ഷനിൽ വരുന്നു, ഒരു കമ്പോണന്റ് നേരത്തെ പറഞ്ഞതുപോലെ x ഡയറക്ഷനിൽ വരും. ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ചെറിയൊരു ആംഗിൾ എന്തായിരിക്കും? തീറ്റ. ഇത് തീറ്റ ആയ തീറ്റയോട് ചേർന്ന് വരുന്ന കമ്പോണന്റ് ഇ ബിയുടെ കമ്പോണന്റ് അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? ഇ ബി കോസ് തീറ്റ എന്ന്. അകലെ കിടക്കുന്ന കമ്പോണന്റ് ആരാ? ഇ ബി സൈൻ തീറ്റ. ചുരുക്കി പറഞ്ഞാൽ പിയിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ പറഞ്ഞാൽ ഇ എ സൈൻ തീറ്റ, ഇ ബി സൈൻ തീറ്റ, ഇ ബി കോസ് തീറ്റ, ഇ എ കോസ് തീറ്റ, ഇത്രയും നോക്കിയാൽ അതിൽ ഇ ബി സൈൻ തീറ്റയും ഇ എ സൈൻ തീറ്റയും ക്യാൻസൽ ചെയ്ത് പോകുന്നത് കൊണ്ട് ബാക്കി എന്ത് ചെയ്താൽ മതി? ഇ ബി കോസ് തീറ്റ പ്ലസ് ഇ എ കോസ് തീറ്റ ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ ഫീൽഡ് അറ്റ് പി, ടോട്ടൽ ഫീൽഡ് അറ്റ് പി, പിയിലെ ടോട്ടൽ ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതുക? ഇ ബി കോസ് തീറ്റ പ്ലസ് എന്തെന്ന് എഴുതുക? ഇ എ കോസ് തീറ്റ എന്ന് എഴുതുക. ഇ ബിയുടെ ഇ എയുടെ വാല്യൂസ് കൊടുക്കുക. ഈസ് ഈക്വൽ ടു ഇ ബി 1/4 പൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ബി പി സ്ക്വയർ അല്ലേ? ബി പി സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലേ? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ആര്? കോസ് തീറ്റ പ്ലസ് ഇ എയുടെ വാല്യൂ കൊടുക്കുക. ഇ എയുടെ വാല്യൂ എത്രയാ? 1/4 പൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു ചാർജ് ക്യൂ ആണ് ഡിവൈഡഡ് ബൈ അത് എ പി സ്ക്വയർ ആണ്. എ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാ? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. നോക്കിക്കേ, ഇൻറ്റു ആരും കൂടെ വരും, ഇൻറ്റു കോസ് തീറ്റ. ഒരുപോലെ വരുന്ന രണ്ട് ക്വാണ്ടിറ്റി കൂട്ടുന്നതിന് പകരം ഒരു ക്വാണ്ടിറ്റി രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. P is equal to 2 into 1/4 pi epsilon naught into Q divided by R square plus A square into എന്ത് എഴുതാം? cos theta. ശ്രദ്ധിക്കുക, cos theta ക്ക് ഒരു വാല്യൂ ഉണ്ട്. ഇത് ത്രികോണമാണ്. ത്രികോണത്തിന്റെ cos ഓപ്പോസിറ്റ് സൈഡ് ബൈ ഏതാണ്? ഹൈപ്പോട്ടനീസ് സൈൻ ആണ്. cos എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ് ആണ്. അപ്പൊ cos θ സമയം എങ്ങനെ എഴുതാം? cos θ അഡ്ജസന്റ് സൈഡ്, തീറ്റയോട് ചേർന്ന് വരുന്ന സൈഡ് ആരാ? a ആണ്. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനീസ്. ഹൈപ്പോട്ടനീസ് എന്ന് പറഞ്ഞാൽ AP ആണ്. AP യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. AP എന്ന് പറഞ്ഞാൽ r സ്ക്വയർ പ്ലസ് a സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1/2 ആണ് cos θ. കിട്ടിയ cos θ യുടെ വാല്യൂ ഇവിടെ കൊടുക്കും. അങ്ങനെ കൊടുത്താൽ is equal to 2 into 1/4 pi epsilon naught into Q divided by R square plus A square into cos theta. Cos theta എന്ന് പറഞ്ഞാൽ A divided by R square plus A square the whole raised to 1/2 ആണ്. A divided by R square plus A square the whole raised to 1/2. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ചെയ്യുമ്പോൾ ഇത് a raised to m into a raised to n ആണെങ്കിൽ അത് a raised to m plus n ആണ്. അപ്പോൾ ഇവിടെ ഒന്നായിരിക്കും. അപ്പോൾ 1/2 കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് 3/2. അപ്പോൾ is equal to എങ്ങനെയാണ്? is equal to 2 into 1/4 pi epsilon naught into q into a divided by ഇത്രയും ചെയ്യുമ്പോൾ അത് r square plus a square the whole raised to എന്തായി? 3/2 ആയി. ഇനി നമുക്കറിയാം 2 ഉം q a 2aq എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് p ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ is equal to 1/4 pi epsilon naught into ഈ 2qa ക്ക് പകരം എന്ത് കൊടുക്കാം? p എന്ന് കൊടുക്കാം. divided by എന്ത് എഴുതാം? r square plus a
എ സ്ക്വയർ ദ ഹോൾ റൈസ് ടു എന്ന് എഴുതാം, 3/2 എന്ന് എഴുതാം. അപ്പൊ ഇതാണ് ഇക്വറ്റോറിയൽ പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുന്നതിനുള്ള ഇക്വേഷൻ. ഇവിടെ ആലോചിക്കുക, ഇവിടെ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ കഴിഞ്ഞ ക്ലാസ് നമ്മൾ കൊടുത്തതുപോലെ ആർ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ എ എന്ന കണ്ടീഷൻ കൊടുത്താൽ ഇവിടെ ആരെ ഒഴിവാക്കാം? എ ഒഴിവാക്കാം. അങ്ങനെ എ ഒഴിവാക്കിയാൽ ഈ എയുടെ ടേം ക്യാൻസൽ ആവും. ക്യാൻസൽ ആയാൽ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2 ആണ്. ഈ 2 ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി എന്ത് വരും? ആർ ക്യൂബ് വരും. അപ്പൊ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു പി ബൈ ആർ ക്യൂബ് ആണ് ഇക്വറ്റോറിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുന്നതിനുള്ള ഇക്വേഷൻ. ഇതുപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് ചെയ്യുക. ഇതാണ് എഴുതി നിർത്തേണ്ടുന്ന സമവാക്യം. ഇവിടെ ആലോചിക്കുന്ന മറ്റു ചെറിയൊരു കാര്യങ്ങളുണ്ട്. ഇത് ഈ ഇക്വറ്റോറിയൽ ആണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് ഈ ആക്സിയൽ ആണ്. ഈ ആക്സിയൽ എന്ന് പറഞ്ഞാൽ ഈ ആക്സിയൽ എന്ന് പറഞ്ഞാൽ 1/4πε0 ഇൻറ്റു 2p/r³ ആണ്. ഇപ്പൊ പഠിച്ചത് ഈ ഇക്വറ്റോറിയൽ എന്ന് പറഞ്ഞാൽ 1/4πε0 ഇൻറ്റു p/r³ ആണ്. നോക്കുമ്പോൾ തന്നെ അറിയാം